പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യാൻ ശക്തനെന്ന് ആത്മാവിൽ വിശ്വസിക്കാൻ റെഡിയായാൽ നമ്മുടെ ജീവിതത്തിനകത്തും സിംഹങ്ങളുടെ ഗുഹയാകട്ടെ അല്ലെ കാരാഗ്രഹമാകട്ടെ, അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അതായിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ വലിയ വിഷയം ഫേസ് ചെയ്യുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കർത്താവ് എന്നേക്കും അനന്യനാണ്. അന്ന് വിടുവിച്ച ദൈവം ഇന്നും നമ്മളെ വിടുവിക്കും. ഒന്നുകൂടെ ഉറപ്പിക്കുന്ന എന്തിനാണ്? നമ്മുടെ മുമ്പിൽ ഓടിയൊരു കൂട്ടരെ നിങ്ങൾ കാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വീണുപോയവരെ കുറിച്ചല്ല, അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരെ കുറിച്ച്. ദേമാസിനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും, കാരണം ഒരു ഭാഗത്തെത്തിയപ്പോൾ തൻ്റെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. എന്നാൽ അവസാനം വരെ നിന്ന് ഞാൻ നല്ല പോർ പൊരുതി എന്ന് പറഞ്ഞ ഒത്തിരി പേര് നമ്മുടെ മുമ്പിലുണ്ട്. അതാ വചനം പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരോട്ടം, നമ്മളെ നടത്തിയവർ, അവരുടെ വിശ്വാസം, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് കർത്താവ് എന്നേക്കും അനന്യനാണെന്ന് ചിന്തിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ